അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. നമ്മൾ ഹദീസിലെ 20-ാമത്തെ ആയത്താണ് 2 ക്ലാസ്സുകളിലായിട്ട് എടുത്തത്. യഅലമു, നിങ്ങൾ അറിയുക. അപ്പോൾ ഇതിൽ പറഞ്ഞത് എന്താണ്? ഐഹിക ജീവിതം എന്താണ് എന്ന് പഠിപ്പിക്കാൻ അത് നിങ്ങൾ പഠിച്ചിരിക്കണം, അറിഞ്ഞിരിക്കണം. അറിയൽ അനിവാര്യമാണ്. എന്ത് കാരണത്തിലാണ്? ഐഹിക ജീവിതം എന്ന് പറയുന്നത് വെറും എന്തു മാത്രമാണ്? ഐഹിക ജീവിതത്തിലുള്ള എന്തെടുത്ത് നോക്കിയാലും അതെന്തായിരിക്കും? കളിയായിരിക്കും, വിനോദമായിരിക്കും, ഭംഗിയായിരിക്കും, അലങ്കാരമായിരിക്കും, അല്ലെങ്കിൽ എന്താണ്, പെരുപ്പം കാണിക്കലായിരിക്കും, പരസ്പരം ഫഖർ പറയൽ, അല്ലെങ്കിൽ എന്താണ്, ദുരഭിമാനം നടിക്കലാണ്. അപ്പോൾ അതാണ് ഐഹിക ജീവിതം എന്ന് പറഞ്ഞാൽ. ആ ഐഹിക ജീവിതത്തിൻ്റെ ഉദാഹരണം പറഞ്ഞു. എന്താണത്? കമസലി ഗൈസിൻ, ഒരു മഴ പോലെയാണ്. മഴ പെയ്താൽ എന്ത് സംഭവിക്കും? ആജബൽ കുഫാറ നബാത്തുഹു, അതിൻ്റെ ചെടികൾ കർഷകരെ എന്ത് ചെയ്യും? അത്ഭുതപ്പെടുത്തും. അപ്പോൾ മനുഷ്യ ജീവിതത്തിൽ ഒരു കാലഘട്ടമുണ്ട്. ആ കാലഘട്ടത്തിലുള്ളവരെ കണ്ടാൽ, ആ കാലഘട്ടത്തിലുള്ള മനുഷ്യരെ കണ്ടാൽ എന്ത് ചെയ്യും? അത്ഭുതപ്പെട്ടു പോകും. ഏത് കാലഘട്ടമാണത്? യുവത്വം, ഇനി കൗമാരായാലും അങ്ങനെ തന്നെ ഉണ്ടാകും. അപ്പോൾ ഏതോ ഒരു കാലഘട്ടം മാത്രമാണ് അങ്ങനെ. ആ കാലഘട്ടം എന്ത് ചെയ്തു? കർഷകരെ അത്ഭുതപ്പെടുത്തി. സുമ്മയഹീജു, പിന്നീട് അതിന് എന്ത് സംഭവിക്കാൻ തുടങ്ങി? വാടാൻ തുടങ്ങി, ഉണങ്ങിപ്പോവാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ ആ ഉന്മേഷം പിന്നെ ഇല്ല. പിന്നെ അത് ഉണങ്ങി തുടങ്ങി. ഫതറാഹു മുസ്ഫറ, നിനക്കതിനെ എന്തായിട്ട് കാണാം? മഞ്ഞ നിറം പൂണ്ടതായിട്ട് കാണാം. നമ്മൾ പറഞ്ഞു ആ മഞ്ഞ നിറം പൂണ്ടത് എന്തിൻ്റെ ലക്ഷണമാണത്? വാർദ്ധക്യത്തിലേക്ക് കടക്കുന്നു എന്നതിൻ്റെ ലക്ഷണമാണത്. അപ്പോൾ എന്ത് മനസ്സിലാക്കണത്? അള്ളാഹുവിനെ തിരിച്ചറിയേണ്ട ഒരു കാലഘട്ടമാണത്. അള്ളാഹുവിന് നന്ദി കാണിക്കേണ്ട ഒരു സന്ദർഭം അള്ളാഹു കാണിച്ചു തരികയാണ്. സുമ്മയക്കൂനു ഹുത്താമ, പിന്നെന്തായിത്തീരും? തുരുമ്പി പോകുമെന്ന് പറഞ്ഞാൽ മരണം സംഭവിച്ചു തീരും. ഒരുപാട് ആയത്തുകൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു ആ വിഷയത്തിൽ. അപ്പോൾ അതാണ് ഐഹിക ജീവിതം എന്ന് പറയുന്നത്. പിന്നെന്താണ്? വഫിൽ ആഖിറത്ത്. അപ്പോൾ ഐഹിക ആഖിറത്തിൽ 2 കാര്യങ്ങളാണുള്ളത്. എന്തൊക്കെയാണ്? അദാബുൻ ഷദീദുൻ, ഒന്നുകിൽ കഠിനമായ ശിക്ഷ, വമഗ്ഫിറത്തും മിനല്ലാഹി വറിദ്വാൻ, അല്ലെങ്കിൽ വേറെന്താ ഉള്ളത്? അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള പാപമോചനവും സംതൃപ്തിയും. അപ്പോൾ ആദ്യം പറഞ്ഞത് ഇഹലോകം തിരഞ്ഞെടുത്ത് ആ ഇഹലോകത്തിൽ വഞ്ചിതരായവർക്കാണ് എന്ത്? അദാബുൻ ഷദീദുൻ, കഠിനമായ ശിക്ഷ. പരലോകം, ഇഹലോകത്തോട് ഐഹിക വിരക്തി കാണിച്ചുകൊണ്ട് പരലോകം തിരഞ്ഞെടുത്തു പരലോകത്തിന് മുൻഗണന നൽകിയവർക്ക് എന്തുണ്ട്? മഗ്ഫിറത്തും മിനല്ലാഹി വറിദ്വാൻ. എന്നിട്ട് അവസാനം എന്തു പറയാണ്? വമൽ ഹയാത്തു ദുനിയ, ഐഹിക ജീവിതം എന്നത് ഇല്ലാ മതാ ഉൽ ഗുറൂർ, ഐഹിക ജീവിതം എന്നത് അല്ല. എന്തല്ലാതെ? ഇല്ലാ മതാ ഉൽ ഗുറൂർ, എന്തായിട്ടല്ലാതെ? വഞ്ചനയുടെ വിഭവമല്ലാതെ അല്ല. വഞ്ചനയുടെ വിഭവമല്ലാതെ മറ്റൊന്നുമല്ല. അതാണ് ഐഹിക ജീവിതം മൊത്തത്തിൽ വരച്ച് കാണിക്കുന്നതാണ് ആ സംഗതി. ഇനി അടുത്ത ആയത്ത് നോക്കാം. سابقوا إلى مغفرة من ربكم وجنة عرضها كعرض السماء والأرض أعدت للذين آمنوا بالله ورسله ذلك فضل الله يؤتيه من يشاء والله ذو الفضل العظيم. ജസാക്കല്ലാഹു ഖൈർ. ആ ആയത്തിൻ്റെ വാക്കർത്ഥം നോക്ക്. സാബിഖൂ, ഇവിടുന്നാണ് ആ വാക്ക് കിട്ടിയത്. സബക്ക എന്നതിൻ്റെ സാബിക്കാണോ? സബക്ക എന്ന് പറഞ്ഞാൽ മുൻകടന്നു, മുന്തിച്ചു എന്നുള്ള അർത്ഥമുണ്ട്. ഇതിൻ്റെ മുളാരി എന്തായിരിക്കും? യസ്ബിഖു ആണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞല്ലോ, വിചാരണ കൂടാതെ സ്വർഗത്തിലേക്ക് പോകുന്ന 70,000 ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞു. അവരെ ലക്ഷണങ്ങളും പറഞ്ഞു. അപ്പോൾ അവരെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ആ സദസ്സിൽ നിന്നും ഒരാൾ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു. ഉക്കാശ എന്നാണ് പേര്, ഉക്കാശ ഇബ്നു മിഹ്സാൻ അല്ലേ. അപ്പോൾ ഉക്കാശ എഴുന്നേറ്റ് നിന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുത്ത് പറഞ്ഞു, ആ 70,000 വിചാരണ കൂടാതെ 70,000 ആൾക്കാരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും എന്ന് പറഞ്ഞ ആ 70,000 എന്നെ ഉൾപ്പെടുത്താൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു.
അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. രണ്ടാമത് ഒരാൾ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, എന്നെയും അതിൽ ഉൾപ്പെടുത്താൻ പ്രാർത്ഥിക്കണം. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ച വാക്കിതാണ്, സബഖക ബിഹ ഉക്കാശ എന്നാണ് പറഞ്ഞത്. ഉക്കാശ മുൻകടന്നു പോയി എന്ന് പറഞ്ഞു. അപ്പം ആ 70,000 ഉക്കാശ പെട്ടുപോയി, എനിക്ക് പറ്റില്ല എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പം അത് അവിടെ ഉപയോഗിച്ചപ്പോൾ അതാണ് സബക്ക, മുൻകടന്നു പോയി, മുൻകഴിഞ്ഞു. സാബക്ക എന്ന പദത്തിൽ നിന്നാണ് സാബിഖു വരുന്നത്. ഫഅല ബാബാണത്. സാബക്ക എന്ന് പറഞ്ഞാൽ പരസ്പരം മുൻകടന്നു, മത്സരിച്ചു എന്നാണ്, ധൃതി കാണിച്ചു എന്നല്ല അർത്ഥം കാണാം. മുൻകടന്നു എന്നല്ലാതെ മുന്നോട്ട് വന്നു എന്നല്ല അർത്ഥമുണ്ട്. ധൃതിപ്പെട്ടു എന്നുള്ളത്. എൻ്റെ മുതാരി എന്തായിരിക്കും? യു ആണ് അല്ലേ? എന്താ കാരണം? 4 അക്ഷരാണ്. യുസാബിഖു. ഇതിൻ്റെ അമ്ര എന്തായിരിക്കും? സാബിഖ്. ഇതിൻ്റെ മസ്തറാണ് എന്ത്? മുസാബിക്കല്ല, മുസാബക്കത്ത്. മുസാബക്കത്താണ് അതിൻ്റെ മസ്തർ. മത്സരത്തിന് എന്താ പറയുക? മുസാബക്ക എന്ന് പറയുക അറബിയിൽ. ഇത് മത്സരം എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇതാണ് ഇവിടെ ഉപയോഗിച്ചത്. ഈ ആയത്തിൽ ഉപയോഗിച്ച പദം അമ്രാണ്, ഫെയിൽ അമ്ര. വലൈക്കും അസ്സലാം. ഈ ഫെയിൽ അമ്രാണ് എന്തിൽ ഉപയോഗിച്ചത്? ഈ ആയത്തിൽ ഉപയോഗിച്ചത്. സാബിഖ്, സാബിഖ, സാബിഖു എന്നാണ്. അപ്പോൾ എന്താണ് സാബിഖ് എന്ന് പറഞ്ഞാൽ? നീ മത്സരിച്ചു വരണം, നീ മുന്തിച്ചു വരണം, മുൻകടന്ന് വരണം. സാബിഖു എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇപ്പം നിങ്ങൾ മുൻകടന്ന് വരണം, മുന്തിച്ച് വരണം എന്നാണ്. സാബിഖു എവിടത്തേക്ക് വരണം? ഇല മഗ്ഫിറത്തിൻ. എന്താ മഗ്ഫിറത്ത്? ഗഫറ പുറത്തു, മഗ്ഫിറത്ത് അതിൻ്റെ മസ്തറാണ്. മഗ്ഫിറത്ത് പാപമോചനത്തിലേക്ക് നിങ്ങൾ വരണം. കഴിഞ്ഞിട്ടില്ല. പിന്നെന്താണ്? വ ജന്നത്തിൻ. ഏതിലേക്ക്? സ്വർഗത്തിലേക്കും നിങ്ങൾ എന്ത് ചെയ്യണം? മത്സരിച്ചു കൊണ്ട് മുന്നോട്ട് വരണം. ആ ഇടയിൽ നമ്മളൊന്ന് വിട്ടു. മിർ റബ്ബിക്കും, മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും. നിങ്ങളുടെ റബ്ബിൻ്റെ അടുക്കൽ നിന്നുള്ള, അല്ലെങ്കിൽ റബ്ബിൽ നിന്നുള്ള പാപമോചനത്തിലേക്കും പിന്നെ വജന്നത്തിൻ സ്വർഗത്തിലേക്കും നിങ്ങൾ മുൻകടന്ന് വരണം, അല്ലെങ്കിൽ മത്സരിച്ച് വരണം. ഇനി ആ സ്വർഗത്തിനെ പറ്റിയാണ് പറയുന്നത്. എന്താണ് പറയുന്നത്? അർബുഹ. ഇത് അർബ് എന്ന് പറഞ്ഞാൽ ശരിക്കും അർബ് എന്ന വാക്കിനർത്ഥം വീതിയാണ്, വിട്ടാണ്, വീതിയാണ് ശരിക്കും. അപ്പം നീളത്തിന് എന്താ പറയും? തൂലാണ് നീളം. ഈ അർബിന് ഇവിടെ അർത്ഥം കൊടുത്താണ് വിസ്താരം എന്നാണ്. ഫദു ദുആ, ദുആ ഇൻ അരിയിൽ നിന്നാണ് ഇവിടെ. അത് ഗാഫിറിലല്ലേ? ഫദു ദുആ, ഫുസിലത്തിൽ ഫദു ദുആ ഇൻ അരിയിൽ, നീണ്ട ഒരു ദുആ അവർ ചെയ്യുന്നു. അപ്പം അവിടെ അറുത് എന്നതിന് നീണ്ടത് എന്ന അർത്ഥമാണ് കൊടുത്തത്. ശരിക്കും സാധാരണ ആൾക്ക് തൂലും അറുതാണ് ഉപയോഗിക്കുക. എന്തിന്? ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് എന്ന് പറയാൻ വേണ്ടിയിട്ട്, നീളവും വീതിയും പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അർദുഹ അതിൻ്റെ വിസ്താരം. ഏതിൻ്റെ വിസ്താരം? സ്വർഗത്തിൻ്റെ വിസ്താരം. ഏതുപോലെയാണ്? ക പോലെ. എന്തുപോലെ? ക അർദി സമാവാത്ത്, അല്ല സമാവാത്തല്ല, അർദി സമായി വൽ അർദ്. സ്വർഗ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും വിസ്താരം പോലെയാണ്. എന്താണ് നമുക്ക് നോക്കാം. ഉഇദ്ദത്ത്. എവിടെ നിന്നാണ് ആ പദം കിട്ടിയ? അദ്ദ എന്താണ്? അദ്ദ എന്ന് പറഞ്ഞാൽ എന്താ? അദ്ദ ഒരുക്കി, അല്ലേ? തയ്യാറാക്കി, ഒരുക്കി എന്നെല്ലാം പറയാം. അദ്ദ മുതാരി എന്താണ്? അദ്ദ ഉദ്ദു വരില്ല. അദ്ദക്ക് എത്ര അക്ഷരമുണ്ട്? 4 അക്ഷരമുണ്ട്. അപ്പം എന്തായിരിക്കും? യു ഐദ്ദു എന്നാണ്. യു ഐദ്ദു. ശബ്ദ ഉണ്ടല്ല, ഈ ശബ്ദ 2 അക്ഷരത്തിനെ അറിയിക്കുന്നതാണ്. ദാല് 2ആണ് ശരിക്കും. അദ്ദ യു ഐദ്ദു. പക്ഷെ എന്നിട്ട് നമുക്ക് ഇദ്ദ കിട്ടിയിട്ടില്ല. എന്തായിരിക്കും? ഐദ്ദ. കത്തല കൊന്നു, കൊല്ലപ്പെട്ടു എന്നിങ്ങനെ പറയും. കുത്തില. ലറബ അടിച്ചു, അടിക്കപ്പെട്ടു. ഉരിബ. കറ വായിച്ചു,
വായിക്കപ്പെട്ടു. അപ്പോൾ അദ്ദ തയ്യാറാക്കി. ഇദ്ദ എന്തായിരിക്കും? തയ്യാറാക്കപ്പെട്ടു. മാഷാ അല്ലാഹ്. അല്ലെങ്കിൽ ഒരുക്കപ്പെട്ടു. സാബിഖു ഇലാ മഗ്ഫിറത്തിൻ മിൻ റബ്ബിക്കും വ ജന്നത്തിൻ. എന്താ അർത്ഥം? അള്ളാഹ് നിങ്ങളുടെ നാഥനിൽ നിന്നുള്ള പാപമോചനത്തിലേക്കും സ്വർഗത്തിലേക്കും നിങ്ങൾ ധൃതിപ്പെട്ടു വരിക, മത്സരിച്ച് വരിക. ആ സ്വർഗത്തിൻ്റെ പ്രത്യേകത എന്താണ്? അർദുഹ, അതിൻ്റെ വിസ്താരം ക അർദ് സമാ ഇവൽ അർദ്, ആകാശത്തിൻ്റെയും ഭൂമിയുടെയും വിസ്താരം പോലെയാണ്. ഇദ്ദത്ത്, ആ സ്വർഗം തയ്യാറാക്കപ്പെട്ടു. ആർക്ക് വേണ്ടിയിട്ടാണ്? ലില്ലദീന, ലി പ്ലസ് അല്ലദീന, വേണ്ടി. ആർക്കാണ്? യാതൊരു കൂട്ടർക്ക് വേണ്ടി. ആ കൂട്ടരുടെ പ്രത്യേകത എന്താണ്? ആമനു ബില്ലാഹി, അവരെന്ത് ചെയ്തു? വിശ്വസിച്ചു. ആമനു, അവർ വിശ്വസിച്ചു. ബില്ലാഹി, അള്ളാഹു. റുസുലിഹിയാണ്, അല്ലാത്ത പ്രയോഗമാണ്. റസൂലിൻ്റെ ജമ്മാണ് റുസുൽ, ദൂതന്മാരിൽ. അപ്പോൾ അള്ളാഹുവിലും അവൻ്റെ ദൂതന്മാർ, റുസുലിഹിയാണ്, അവൻ്റെ ദൂതന്മാരിലും വിശ്വസിച്ച ഒരു കൂട്ടർക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ടു. ദാലിക, അത് ഫളലുല്ലാഹി, എന്താണ്? ദയവ് അല്ലെങ്കിൽ അനുഗ്രഹം. എവിടെ നിന്നാണ് ഈ വാക്ക് വരുന്നതെന്ന് അറിയാം നിങ്ങൾക്ക്? നമ്മൾ സാറിന് ഫളല് കേൾക്കൽ, ഔദാര്യം, അനുഗ്രഹം, ദയവ്. എന്നാൽ അതിന് വേറെയും കുറേ അർത്ഥങ്ങളുണ്ട്. ഇപ്പോൾ ആ ഹദീസ് വരുന്നുണ്ട്. അതായത് സമ്പത്തുള്ള ആൾക്കാർ സക്കാത്ത് കൊടുത്ത പറയുന്നുണ്ടല്ലോ. അപ്പോൾ അതിൽ പറയുന്ന ഈ റിപ്പോർട്ട്, ഞാൻ എഴുതിയ റിപ്പോർട്ടിലുണ്ടെന്നല്ല, വേറെ ഒരു റിപ്പോർട്ടിൽ പറയുന്നത്, അവരെന്ത് ചെയ്യുന്നു? അവരെ സമ്പത്തിൽ ബാക്കിയുള്ളത് കൊണ്ട് അവർ സദക്ക ചെയ്യുന്നു. ആ ബാക്കിയുള്ളത് എന്ന് പറയാൻ ഉപയോഗിച്ചത് ഫളുലുൽ മാൽ എന്നാണ്. അപ്പോൾ എന്താ അവിടെ ഫളുലിൻ്റെ അർത്ഥം? എന്താ? എക്സ്ട്രയാണ്. അതായത് അത്യാവശ്യത്തിന് അല്ലെങ്കിൽ നമ്മളെ ചിലവിന് കഴിച്ചിട്ട് ബാക്കിയുള്ള സമ്പത്തുണ്ടല്ലോ, ആ സമ്പത്തിൽ നിന്നും ഈ ധനികരെന്ത് ചെയ്യുന്നു? സദക്ക കൊടുക്കുന്നു, ദാനധർമ്മം ചെയ്യുന്നു. അപ്പോൾ അവിടെ എക്സ്ട്രാ ഉള്ളത് എന്ന് പറയാൻ വേണ്ടിയിട്ട് എന്താണ് ഉപയോഗിച്ചത്? ഫള് എന്നാണ് ഉപയോഗിച്ചത്. ഒന്ന്. പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണ്, കുളിച്ച വെള്ളത്തിൻ്റെ ബാക്കിയുള്ള വെള്ളത്തിൽ നിന്ന് ആയിഷ റളിയല്ലാഹു അൻഹ കുളിക്കുമായിരുന്നു. അവിടെ ബാക്കിയുള്ള വെള്ളം എന്ന് പറയാൻ വേണ്ടിയിട്ട് ഫുളൂലുൽ മാൽ എന്നാണ് ഉപയോഗിച്ചത്. ഫുളൂലുൽ മാ എന്നാണ് ഉപയോഗിച്ചത്, ബാക്കിയുള്ള വെള്ളം. അപ്പോൾ ഈ ശരിക്കും ഫളൽ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഇപ്പോൾ ഇയാൾ എൻ്റെ ഷോപ്പിൽ സാധനം വാങ്ങാൻ വന്നു. ആ സാധനത്തിൻ്റെ വിലക്കനുസരിച്ച് ഞാൻ കൊടുത്താൽ അത് ഫളലല്ല. ഈ സാധനം കുറേ സാധനം വാങ്ങിയപ്പോൾ ഞാൻ ഫ്രീ ആയിട്ട് ഒരു സാധനം കൂടി കൊടുത്തു, അതെന്താണ്? അതാണ് ഫളൽ. അപ്പോൾ എക്സ്ട്രാ വരുന്നത്. അപ്പോൾ ഇവിടെ ദാലിക ഫളലുല്ലാഹി എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ട എന്താണ്? നമ്മൾ കുറേ കർമ്മങ്ങൾ ചെയ്ത് ആ കർമ്മങ്ങൾക്ക് പ്രതിഫലമായിട്ടല്ല തരുന്നത്, മറിച്ചോ ഫളലാണ്. പടച്ചവൻ്റെ വാക്ക് കൂടുതലായിട്ട് തരാണ്. അത് നമുക്ക് നോക്കാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് അമാനുമൂലം കൊടുത്തിട്ടുണ്ട്. അമാനുമൂലം വായിക്കുമ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ദാലിക ഫളലുല്ലാഹി നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, ഒരു ഭാഷയിൽ നിന്നും മറ്റൊരു ഭാഷയിലേക്ക് അർത്ഥം കൊടുക്കുമ്പോൾ ആ ഭാഷൻ്റെ പൂർണ്ണമായിട്ടുള്ള അർത്ഥം ഒരിക്കലും മറ്റൊരു ഭാഷയിൽ കിട്ടില്ല. അപ്പോൾ അതിന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല അർത്ഥം എന്ത് തന്നെയാണ്? ദയവ്, അനുഗ്രഹം എന്ന് തന്നെയാണ്. പ്രതിഫലമല്ല, പ്രതിഫലത്തിൻ്റെ അപ്പുറത്താണത്. അപ്പോൾ ദാലിക ഫളലുല്ലാഹി. ഇനി അത് ആർക്കാണ് കൊടുക്കുന്നത്? യുഅ്തീഹി മൻ യശാഉ. ഏത് വാക്കെന്നാണ് യുഅ്തി? അത് ആത്ത എന്നാണ്. ആത്ത എന്ന് പറഞ്ഞാൽ കൊടുത്തു, നൽകി എന്നെല്ലാം പറയാം. അപ്പോൾ എന്താ അർത്ഥം? യുഅ്തീഹി, യുഅ്തി നൽകുന്നു, നൽകും, നൽകുന്നു. ആ ഹി ഏതിലേക്കാണ് മടങ്ങുന്നു? അല്ല, ആ ഹി ഇല്ലെങ്കിലും അവൻ നൽകുന്നു എന്നാണ്. അപ്പോൾ ഹി അള്ളാഹുവിലേക്കല്ല. കാരണം എന്താ? അവൻ നൽകുന്നു എന്ന്, ഹി ഇല്ലെങ്കിലും അവൻ നൽകുന്നു എന്നാണ് പറയാം. ഫളലിലേക്കാണ്. മാഷാ അല്ലാഹ്. യുഅ്തിൽ ഫളല എന്നാണ്. യുഅ്തീഹി എന്ന് പറഞ്ഞാൽ ആ ഹി മടങ്ങുന്നു ഫളലിലേക്കാണ്. അതിനെ നൽകുന്നു. ഏതിനെ നൽകുന്നു? ആ ഫളലിനെ നൽകുന്നു. ആർക്കാണ്? മൻ യശാഉ. ഷാ ഉദ്ദേശിച്ചു, യശാ ഉദ്ദേശിക്കുന്നു,
മയ്യശാവ് അവൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനി എന്താ അർത്ഥം പറയാം? ദാലിക ഫളലുല്ലാഹി യുഅ്തീഹി മയ്യശാ. ദാലിക ഫളലുല്ലാഹി, അത് അള്ളാഹുവിൻ്റെ എന്താണ് അനുഗ്രഹമാണ്, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ദയവാണ്. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അതിനെ നൽകുന്നു. ഏതിനെ? ഫളലിനെ നൽകുന്നു. വല്ലാഹു, അള്ളാഹു ആകട്ടെ ഉള്ളതാണ് അല്ലേ, സാഹിബ് എന്നാണ് അറബിൽ അർത്ഥം പറയും. അപ്പോൾ ദുൽ ഫളലിൽ അളീം, വീണ്ടും ഫളൽ വന്നു. ദുൽ ഫളല് എന്താണ്? ഔദാര്യമുള്ളവനാണ്, അല്ലെങ്കിൽ അനുഗ്രഹമുള്ളവനാണ്. അൽ അളീം, മഹത്തായ അനുഗ്രഹം ഉള്ളവനാണ്. നമുക്കതിൻ്റെ വിശദീകരണം നോക്കാം. ആ വാക്കർത്തൊന്നും കൂടി. സാബിഖു ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൻ്റെ, നിങ്ങളുടെ നാഥൻ്റെ പാപമോചനത്തിലേക്ക് ധൃതിപ്പെട്ടു വരുവിൻ, അല്ലെങ്കിൽ മത്സരിച്ചു കൊണ്ടുവരുവിൻ, മുന്നോട്ട് വരുവിൻ. വ ജന്നത്തിൻ, മഗ്ഫിറത്തിൻ്റെ കൂടെ അത്ഫു ചെയ്തതാണ് എന്ത്? ജന്നത്ത്, സ്വർഗത്തിലേക്കും. അർദുഹ ക അർദ് സമാഇ വൽ അർദ്, അതിൻ്റെ വിസ്താരം ആകാശത്തിൻ്റെയും ഭൂമിയുടെയും വിസ്താരം പോലെയാണ്. ഇദ്ദത്ത് എന്താണ്? തയ്യാറാക്കപ്പെട്ടു. ലില്ലദീന ആമനു ബില്ലാഹി വറുസുലിഹി, അള്ളാഹുവിലും അവൻ്റെ ദൂതന്മാരിലും വിശ്വസിച്ചവർക്ക് വേണ്ടി അതിനെ തയ്യാറാക്കപ്പെട്ടു, അത് തയ്യാറാക്കപ്പെട്ടു. ദാലിക ഫളലുല്ലാഹി, അത് അള്ളാഹുവിൻ്റെ ദയവാണ്, അല്ലെങ്കിൽ അനുഗ്രഹമാണ്. യുഅ്തീഹി മയ്യശാഉ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അതിനെ നൽകുന്നു. വല്ലാഹു, അള്ളാഹു ആകട്ടെ ദുൽ ഫളലിൽ അളീം, എന്താണ്? മഹത്തായ എന്തുള്ളവനാണ്? അനുഗ്രഹം ഉള്ളവനാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ 20-ാമത്തെ ആയത്തിലാണ് എത്തിയത്. 12-ാമത്തെ ആയത്ത് മുസാഫ് ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കുക. നമ്മൾ എവിടെ നിന്ന് തുടങ്ങിയത്? യൗമ തറൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് യസ്ആ നൂറുഹും ബൈന ഐദീഹിം വബി ഐമാനിഹിം എന്ന് തുടങ്ങുന്ന ഒരായത്തുണ്ട്. അതായത് സത്യവിശ്വാസികൾക്ക് അവിടെ പ്രകാശം, അവർക്ക് പ്രകാശം കാണുന്ന സമയത്ത് ആ പ്രകാശത്തിൽ നിന്നും അല്പം എടുത്തോട്ടെ എന്ന് ആര് ചോദിക്കും? മുനാഫിക്കീങ്ങൾ ചോദിക്കും. അപ്പോൾ അത് മുതൽ ഈ ആയത്ത് വരെയുള്ളത് സത്യവിശ്വാസികൾക്ക് പ്രതീക്ഷ നൽകുന്ന ആയത്തുകളാണ്. അതുപോലെ കഴിഞ്ഞ ആയത്തിൽ എന്ത് പറഞ്ഞു? ഐഹിക ജീവിതം എന്ത് മാത്രമാണ് എന്ന് വരച്ച് കാണിച്ചിട്ട് അത് അവസാനിപ്പിച്ചത് എങ്ങനെയാണ്? ഐഹിക ജീവിതം എന്ന് പറയുന്നത് വഞ്ചനയുടെ വിഭവമല്ലാതെ മറ്റൊന്നുമല്ലാതെ, അതിൽ നിന്നും രക്ഷപ്പെടാൻ എന്ത് ചെയ്യണം? അല്ലെങ്കിൽ അതിലൊരാൾ പെട്ടുപോയി, അതിൽ നിന്നും പുറത്ത് കിടക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അതാണ് ഇവിടെ പറയുന്നത്. എന്താണ്? സാബിഖു, നിങ്ങൾ ധൃതിപ്പെട്ടു വരുവിൻ. ധൃതി അൽ അജലത്തു മിന ശൈത്താൻ ആണ്. എന്താണ്? ധൃതി കാണിക്കൽ പിശാചിൽ നിന്നുള്ള, അത് ഈ ധൃതിയല്ല. നന്മ ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും എന്ത് വേണം? മത്സരിച്ച് മുന്നോട്ട് വരണം. അപ്പോൾ ആ ധൃതിയും ഈ ധൃതിയും വ്യത്യാസമുണ്ട്. നന്മ ചെയ്യാൻ വേണ്ടിയിട്ട്, അള്ളാഹുവിനെ അനുസരിച്ച് കൊണ്ടുള്ള സൽക്കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ധൃതി കാണിക്കുക തന്നെ വേണം. അത് എന്ത് ചെയ്യരുത്? ആ ധൃതി എന്തിൻ്റെ ഓപ്പോസിറ്റാണ്? ഇംഗ്ലീഷിൽ എന്താ പറയുക? പ്രോക്രാസ്റ്റിനേഷൻ എന്ന് കേട്ടിട്ടുണ്ടോ? എന്താണ്? മാറ്റിവെക്കാം, നീട്ടി. തസ്വീഫ് എന്നാണ് അറബി പറയാം. സൗഫ എന്ന് പറയുന്ന വാക്കായിൽ തന്നെയാണ്. സവ്വഫ എന്നതിൻ്റെ മസ്തറാണ് തസ്വീഫ്, മാറ്റിവെക്കുക. ആളാകട്ടെ, കുറച്ചേട്ടെ, നിസ്കാരം ബാങ്ക് കൊടുത്തിട്ടല്ലേ ഉള്ളൂ, ഇക്കാമത്ത് കൊടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആ മാറ്റിവെക്കലാണ് എന്ത്? തസ്വീഫ്. അങ്ങനെയല്ല, എന്ത് വേണം? സാബിഖു, നിങ്ങൾ ധൃതി കാണിക്കണം. ആ ഹദീസുകൾ നമുക്ക് നോക്കാം. ഇലാ മഗ്ഫിറത്തിൻ എന്നാണ് ഉപയോഗിച്ചത്. എന്താ അത്? മഗ്ഫിറത്തിൻ എന്നുള്ളത് നെക്കിറയാണ്, ഇൻഡെഫിനിറ്റാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ അർത്ഥം കൊടുക്കുമ്പോൾ ഒരു പാപമോചനത്തിലേക്ക് വരിക എന്നാണ്. ശരിക്കും അവിടെ എന്ത് കൊടുത്താൽ മതിയായിരുന്നു? ഒരു മനുഷ്യൻ എഴുതുന്നതാണെങ്കിൽ എന്തേ എഴുതുമായിരുന്നുള്ളൂ? ഇലൽ മഗ്ഫിറത്തി എന്നാണ്. കാരണം ആ മഗ്ഫിറത്ത് ആരുടെ അടുത്താണ് കിട്ടേണ്ടത്? റബ്ബിൻ്റെ അടുത്ത്. അപ്പോൾ അത് ഡെഫിനിറ്റ് ആയിട്ടാണ് നമ്മൾ ആലോചിക്കുമ്പം എഴുതേണ്ടത് അല്ലേ? ഇലൽ മഗ്ഫിറത്ത്, ആ പാപമോചനത്തിലേക്ക് വരിക. അങ്ങനല്ല ഇത്, ഒരു പാപമോചനം. അപ്പോൾ ആ പാപമോചനം ലഭിക്കാൻ ധാരാളം മാർഗങ്ങളുണ്ട്. അപ്പോൾ പാപമോചനത്തിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ എന്താണ്? പാപമോചനത്തിലേക്ക് ധൃതി കാണിക്കുക എന്ന് പറഞ്ഞാൽ എന്താ?
പാപമോചനം ലഭിക്കാൻ കാരണമാകുന്ന കാര്യങ്ങൾ ചെയ്യാൻ എന്ത് കാണിക്കുക? ധൃതി കാണിക്കുക. അപ്പോൾ കാരണങ്ങൾ ഒന്നല്ല, പാപമോചനം ലഭിക്കാനുള്ള കാരണങ്ങൾ ധാരാളമുണ്ട്. അത് എവിടുന്ന് തെളിവിട്ടി? അതാണ് മഗ്ഫിറത്തിൻ എന്ന് നെക്കിറയായിട്ട് ഉപയോഗിച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ധാരാളം മാർഗങ്ങളുണ്ട്. അതിലൊരുപാട് മാർഗങ്ങൾ മുഫസ്സിറുകൾ പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ എന്ത് തന്നെയാണ്? എങ്ങനെയാണ് പാപമോചനം ലഭിക്കുക? ഒരു തെറ്റ് ചെയ്തു പോയി, എന്താ നമ്മൾ ചെയ്യുക? ഇസ്തിഗ്ഫാർ ചെയ്യണം, അല്ലെങ്കിൽ തൗബ ചെയ്യണം. അസ്തഗ്ഫിറുല്ലാഹ്, പിന്നെ അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈക്, അല്ലാഹുമ്മ ഗ്ഫിർലി പോലെയുള്ള പദങ്ങൾ ഉപയോഗിക്കലാണ് ഒന്നാമത്തെ മാർഗം. രണ്ടാമത്തെ മാർഗം എന്താണ്? പാപമോചനത്തിന് കാരണമാകുന്ന സൽക്കർമ്മങ്ങൾ ചെയ്യാൻ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരുപാട് സൽക്കർമ്മങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ സൽക്കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ എന്താണ്? പാപമോചനം ലഭിക്കും എന്നുള്ളത്. ഏതെങ്കിലും ഒന്ന് പറയാൻ പറ്റും? കുറേ ഉണ്ട്, എല്ലാം പറയാം. സദക്ക, പാപങ്ങളെ മായ്ച്ചു കളി. പിന്നെ ഇവിടെ നോക്കാം, ഒന്ന് രണ്ട് തഫ്സീറുകളിൽ വന്ന ചില ഉദാഹരണങ്ങൾ മാത്രമാണ്. അബൂ ഹുറൈറ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്, മുത്തഫഖുൻ അലൈഹി ആയിട്ടുള്ള, ബുഖാരി മുസ്ലിം യോജിച്ച റിപ്പോർട്ട്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഒരു ഹദീസിൽ നോമ്പുമായി ബന്ധപ്പെട്ട 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. മൻ സ്വാമ റമളാന, ബാക്കി ഈമാനൻ വഹ്തിസാബൻ, അല്ലേ? എപ്പോഴും കേൾക്കുന്ന, നോമ്പിൻ്റെ തുടക്കത്തിൽ കേൾക്കാം. മൻ സ്വാമ റമളാന ഈമാനൻ വഹ്തിസാബൻ. എന്താ അതിൻ്റെ അർത്ഥം? ആരെങ്കിലും റമളാൻ മാസത്തിൽ നോമ്പ് അനുഷ്ഠിച്ചു ഈമാനോട് കൂടി, വിശ്വാസത്തോടു കൂടി. എന്താ വഹ്തിസാബ് എന്ന് പറഞ്ഞാൽ? ഇഹ്തസബ എന്നാണ്. പ്രതിഫലേച്ഛയോട് കൂടി. അത് കേട്ട് 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 പഠിച്ചാണ്. വഹ്തിസാബൻ, വിശ്വാസത്തോടും പ്രതിഫലേച്ഛയോടും കൂടി, അതായത് പ്രതിഫലം ലഭിക്കണം എന്നുള്ള ആഗ്രഹത്തോടും കൂടി ആരെങ്കിലും റമളാൻ മാസത്തിൽ നോമ്പ് അനുഷ്ഠിച്ചാൽ ബാക്കി പറയാൻ പറ്റുമോ? ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ഗുഫിറ ലഹു, അവന് വേണ്ടി പൊറുക്കപ്പെടും. മാ തഖദ്ദമ മിൻ ദംബിഹി, അവൻ്റെ മുമ്പ് അവൻ ചെയ്തു പോയ പാപങ്ങൾ. ആ ഹദീസിൻ്റെ തന്നെ തുടർച്ചയാണ് കേട്ടോ. വമൻ കാമ റമളാന, മറ്റേത് സ്വാമ കാമ. എന്താ രണ്ടും തമ്മിലുള്ള വ്യത്യാസം? സ്വാമ എന്ന് പറഞ്ഞാൽ നോമ്പനുഷ്ഠിച്ചു, കാമ എന്ന് പറഞ്ഞാൽ എന്താ? നിന്ന് നമസ്കരിച്ചു. അതേ പദങ്ങളാണ്. വമൻ കാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആരെങ്കിലും റമളാൻ മാസത്തിൽ നിന്ന് നമസ്കരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ മുൻകഴിഞ്ഞ പാപങ്ങൾ പൊറുക്കപ്പെടും. മൂന്നാമത്തത് വമൻ കാമ ബാക്കി അത് വമൻ കാമ ഫീ ലൈലത്തുൽ ഖദ്ർ ഉണ്ട്, അല്ലെങ്കിൽ ലൈലത്തുൽ ഖദ്രി ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. എൻ്റെ അർത്ഥം പറയട്ടെ. ഒന്നതാണ്. പിന്നെ ഒരു സ്ഥലത്ത് പറഞ്ഞത് നിങ്ങൾ പറഞ്ഞത് മൻ തവല്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ റിപ്പോർട്ട് ബുഖാരിൽ മറ്റൊരു രൂപത്തിലുണ്ട്, മുസ്ലിമിലുള്ള റിപ്പോർട്ടാണ് ഞാൻ എഴുതിയത്. മൻ തവല്ല അലി സ്വലാത്തി, ആരെങ്കിലും നമസ്കാരത്തിന് വേണ്ടി വുളു എടുത്തു. ഇതെന്തിനാണ് ഈ റിപ്പോർട്ട് എടുത്തതെന്ന് വെച്ചാൽ അതിൽ കംപ്ലീറ്റ് ഉണ്ട്, ഹദീസ് പൂർണ്ണമായിട്ട് പറയുന്നുണ്ട്. കാരണം എന്താണ്? വെറുതെ വുളു കൊടുത്താൽ പോരാ, പിന്നെന്താണ്? ഫ അസ്ബഹൽ വുളു. എന്താ അതിൻ്റെ അർത്ഥം? ആ വുളുവിനെ പൂർണ്ണമാക്കി, എങ്ങനെങ്കിലും ഒന്ന് ഒപ്പിച്ചിട്ട് വുളു എടുത്തല്ല, പൂർണ്ണമായ നിലക്ക് വുളു ചെയ്തു. സുമ്മ മഷാ ഇല സ്വലാത്തിൽ മക്തൂബത്തി, എന്താണ്? പിന്നെ നിർബന്ധ നമസ്കാരത്തിനായി ആരെങ്കിലും നടന്നു കൊണ്ടുപോയി. ഫസ്വല്ലാഹ മഅന്നാസി, ജനങ്ങളോടൊപ്പം അവൻ നമസ്കരിച്ചു. ഔ മഅൽ ജമാഅത്തി, അല്ലെങ്കിൽ ജമാഅത്തിനോടൊപ്പം. ഔ ഫിൽ മസ്ജിദ്, അല്ലെങ്കിൽ പള്ളിയിൽ വെച്ച്. ഗുഫിറല്ലാഹു ലഹു ദുനൂബഹു, അവൻ്റെ പാപങ്ങൾ അല്ലാഹു അവന് പുറത്തു കൊടുക്കും. അപ്പം അതിൽ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ്? പൂർണ്ണമായ നിലക്ക് വുളു ചെയ്താലാണ്. പിന്നെ മറ്റൊന്ന് മൻ ഖാല സുബ്ഹാനല്ലാഹി വബിഹംദിഹി. ബാക്കി മലയാളത്തിൽ പറഞ്ഞാലും മതി. ആരെങ്കിലും സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് 100 പ്രാവശ്യം പറഞ്ഞാൽ എത്രയാണ്? ഫി യൗമിൻ, ഒരു ദിവസം, മിഅത്ത മറത്തിൻ, 100 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹുത്തത്ത് ഖതായഹു, അവൻ്റെ പാപങ്ങൾ മായ്ച്ചു കൊടുക്കും. വ ഇൻ കാനത്ത് മിസ്ല സബദിൽ ബഹരി, എന്താണ്? കടലിലെ പതയോളം ഉണ്ടെങ്കിലും, കടലിലെ നുരയോളം പാപങ്ങളുണ്ട്. കടലിൽ എത്ര നുരയുണ്ട്? ഒരു 10,000, 1,00,000.
പോരാ അല്ലേ, ഇഷ്ടം പോലെയാണ്. അപ്പോൾ എത്ര പാപങ്ങളാണ് പുറത്തു വരാം നമുക്കറിയില്ല, അത്ര അധികമാണ്. അപ്പോൾ അത് വെറുതെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ രസത്തിന് പറയുന്നതല്ല. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കലും കളവ് പറയുകയില്ല ഒന്ന്. പിന്നെ ഒമാ യൻതിഖു അനിൽ ഹവ ഇൻ ഹുവ വഹ്യു ഇല്ല വഹ്യു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയിച്ചു കൊടുത്തതാണ് ആര്? അല്ലാഹു സുബ്ഹാനഹു വ തആല. അത് ഹദീസുകളിൽ വന്നാണ്. പിന്നെ ഈ ആയത്തിന് മുസാബക്കത്ത് വഖദ് മസല ബഅ്ദുഹുൽ മുസാബക്കത്തു ഫി അൻവാഇൻ. മുസാബക്കത്ത് എന്ന് പറഞ്ഞാൽ മത്സരം ഏത് വിഷയത്തിലാണെന്ന് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പലരും പറഞ്ഞിട്ടുണ്ട്, കുറേ അഭിപ്രായങ്ങളുണ്ട്. വഖാല അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഇശ്ഹദു തക്ബീറത്തൽ ഇഹ്റാമി മഅൽ ഇമാമി. എന്താണ്? ഇമാമിനോടൊപ്പം തക്ബീറത്തിൽ ഇഹ്റാമിന് സാക്ഷ്യം വഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഫസ്റ്റ് തക്ബീർ പള്ളിയിൽ നിന്ന് തുടങ്ങുമ്പോൾ എത്തണം, അല്ലാതെ തക്ബീർ ചൊല്ലുമ്പോൾ വീട്ടിൽ നിന്ന് പുറപ്പെടലല്ല. അപ്പോൾ ആ തക്ബീറിന് നമ്മൾ സാക്ഷിയാവണം. അതാണ് എന്ത് മത്സരം എന്ന് പറയുന്നത്. വഖാല അലി റളിയല്ലാഹു അൻഹു പറഞ്ഞെന്ന് പറയാം, കുൻ അവ്വല ദാഖിലിൻ ഫിൽ മസ്ജിദി വ ആഖിറ ഖാരിജിൻ. എന്താർത്ഥം? പള്ളിയിൽ ആദ്യം പ്രവേശിക്കുന്നവനാവുക, അവസാനം പുറത്തിറങ്ങുന്നവനാവുക. നമ്മൾ നേരെ ഓപ്പോസിറ്റാണ്. അവസാനം കയറിയിട്ട് ദിക്റും ദുആ ഇല്ലാണ്ട് നമ്മൾ പെട്ടെന്ന് വരും. അതല്ല മത്സരം എന്ന് പറയുന്നത്. എന്താണ്? മുസാബക്കത്ത്. സാബിഖു എന്ന് പറയുന്നത് എന്താണ്? അതിനു വേണ്ടിയിട്ട് ഒരുങ്ങി പുറപ്പെടണം. ആ ജന്നത്തിൻ സ്വർഗത്തിന്. അപ്പോൾ മഗ്ഫിറത്ത് മാത്രം പോരാ, പിന്നെന്താണ്? ജന്നത്തുൻ. ആ ജന്നത്തിനെ പറ്റി നമ്മൾ പറഞ്ഞു. ഫീഹ മാല ഐനുൻ റഅത്ത് വലാ സമീഉൻ വലാ ഉദുനുൻ സമീഅത്ത് വലാ ഖതറ അലാ കൽബി ബശരിൻ എന്നാണ്. ഒരു കണ്ണും കണ്ടിട്ടില്ലാത്തതും ഒരു കാതും കേട്ടിട്ടില്ലാത്തതും ഒരു മനസ്സും ചിന്തിച്ചിട്ടില്ലാത്തതും നല്ല ശരിക്കത്. ഖത്തറ അല കൽബ് എന്ന് പറഞ്ഞാൽ തരും. ഖത്തറ എന്ന് പറഞ്ഞാൽ തരും മിന്നി മറിയുന്ന കാര്യങ്ങളല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ചോദിച്ചു, ഒരു ഹറാമായ ഒരു വസ്തു കാണുമ്പോൾ മനസ്സിലൂടെ മിന്നി മറിയുന്നുണ്ടാവും ചിലത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ അത് പാപമല്ല, അത് വീണ്ടും മനസ്സിലേക്ക് വരുമ്പോഴെന്ത് പാപമായിട്ട് വരുന്നത്. അപ്പോൾ ഏതൊരാളെ മനസ്സിലും എന്തെങ്കിലും ഒരു ഹറാമ് കാണുമ്പോൾ മിന്നി മറിയും. അപ്പോൾ അങ്ങനെ മിന്നി മറിഞ്ഞിട്ട് പോലുമില്ലാത്ത കാര്യങ്ങളാണ് എവിടെ ഉള്ളത്? സ്വർഗത്തിൽ ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ ദുനിയാവിലുള്ള ഒന്നും തന്നെ സ്വർഗത്തിലില്ല. എന്തല്ലാതെ പേര് മാത്രമാണ് ബാക്കി ഉണ്ടാവുക. അതിൻ്റെ പേര് ചിലപ്പോൾ സ്വർഗത്തിൽ റുമ്മാൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ റുമ്മാൻ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ പെട്ടെന്നും ചെയ്യുന്നതോ അതൊന്നുമല്ല. യാത്ര, അതെ, അതിൻ്റെ വലിപ്പം പറയുന്നുണ്ട്. ഒരു യാത്രാ സംഘത്തിന് തിന്നാൻ മാത്രമുള്ളതെന്ന് പറയുന്നുണ്ട് അല്ലേ? ഞാൻ റുമ്മാൻ ഉദാഹരണം പറഞ്ഞുള്ളൂ. എന്തായാലും ഫലാ സൂറത്തു സജദയിൽ കാണാം, ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അഅ്യുനിൻ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. ഫലാ തഅലമു നഫ്സുൻ, ഒരു നഫ്സും ഒരാൾക്കും അറിയാവുന്നതല്ല. മാ ഉഖ്ഫിയ ലഹും എന്നാണ് ഉപയോഗിച്ചത്. എന്താണ്? പടച്ചവനത് ഗോപ്യമാക്കി വെച്ചിട്ടുണ്ട്, രഹസ്യമാക്കി വെച്ചിട്ട്. എന്ത്? അവർക്ക് വേണ്ടിയിട്ട്. ആർക്കാണ്? മിൻ ഖുർറത്തി അഅ്യുനിൻ, കൺകുളിർക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കൺകുളിർപ്പിക്കുന്ന കാര്യങ്ങൾ. എന്ത് കാരണത്തിലാണ്? ജസാഅം ബിമാ കാനൂ യഅമലൂൻ, അവർ എന്താണ് പ്രവർത്തിച്ചതിന് പ്രതിഫലമായിക്കൊണ്ട്. മറ്റൊരു സ്ഥലത്ത് കാണാം സ്വർഗത്തെ കുറിച്ച് പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. തഫ്സീറിൽ പറഞ്ഞ ചില കാര്യങ്ങളാണ്. ഇബ്നു മസ്ഊദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഖൈതു ഇബ്രാഹിമ ലൈലത്ത ഉസ്രിയ ബി, ഞാൻ ഇസ്രാ പോയതിൻ്റെ രാത്രിയിൽ ഇബ്രാഹിം നബിയെ കണ്ടുമുട്ടി. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആദ്യം പറഞ്ഞത് എന്താണ്? ഫഖാല യാ മുഹമ്മദ്, മുഹമ്മദ്. എന്താണ് ഇബ്രാഹിം നബി ആദ്യം പറഞ്ഞത്? സലാം പറയുക. എന്താണ്? അക്രി ഉമ്മത്തക്ക മിന്നി അസ്സലാം, എൻ്റെ സലാം പറയുക. നിങ്ങൾ നോക്കിയൊന്ന് ആലോചിച്ച് നോക്കി, ഇബ്രാഹിം നബി അത് പറയേണ്ട ആവശ്യം എന്താ? ഉമ്മത്തിന് സലാം പറയാന്ന് പറഞ്ഞാൽ ആ സ്നേഹമാണത്, ആ ഉമ്മത്തിനോടുള്ള സ്നേഹമാണത്. മുഹമ്മദ് നബിൻ്റെ ഉമ്മത്തിനെ അവർ വലിയ കാര്യമായിട്ട് കണ്ടിരുന്നു. അപ്പോൾ അവർക്ക് സലാം പറയാൻ വേണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏൽപ്പിക്കാണ്. ആ സലാം എവിടേക്ക് എത്തി? നമുക്കെത്തി ആ സലാം അല്ലേ? കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു. അത് ഹദീസിലൂടെ വന്നപ്പോൾ ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മളും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഉമ്മത്താണ്. അപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഉമ്മത്തിൻ്റെ മഹത്വം ആർക്കറിയാം? ഇബ്രാഹിം നബി മനസ്സിലാക്കിയിട്ടുണ്ട്. അത് നമുക്ക് വരുന്നുണ്ട് താഴെ. അപ്പോൾ ഇബ്രാഹിം നബി ഫസ്റ്റ് തുടങ്ങിയിട്ട് എന്താണ് പറയുന്നത്? അസ്സലാം വ അഖ്ബിറുഹും,
സലാം പറഞ്ഞാൽ മാത്രം പോരാ, നീ അവർക്ക് അറിയിച്ചു കൊടുക്കണം. ആർക്ക്? ഉമ്മത്തിന് അറിയിച്ചു കൊടുക്കണം. എന്താണ്? അന്നൽ ജന്നത്ത, സ്വർഗം എന്ന് പറയുന്നത് ത്വയ്യിബത്തു തുർബത്ത്, അതിൻ്റെ മണ്ണെന്താണ്? ശുദ്ധമായ മണ്ണാണത്. ഒന്നും പേടിക്കാനില്ല. മണ്ണിൽ കളിച്ചിട്ട് മറ്റേ ചൊറി വരിക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അസ്ബത്തുൽ മായി, വെള്ളം തെളിഞ്ഞതും രുചിയുള്ളതുമായ വെള്ളമാണത്. വെള്ളം, സ്വർഗത്തിലെ വെള്ളം കുടിക്കുന്നത്. പിന്നെ ബാക്കി ഭാഗമാണ് നമുക്ക് ആവശ്യം. വ അന്നഹ ഖീആനുൻ എന്ന് പറഞ്ഞാൽ തരിശായ ഭൂമിയാണ്. എന്നിട്ടോ വ അന്ന ഗിറാസഹ, അതിൽ മുളച്ചു പൊങ്ങുന്ന ചെടികൾ ഉണ്ടല്ലോ, അതെന്താണ്? നിങ്ങൾ കേട്ടിട്ടുണ്ട് അത്? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. എന്താ അതിൻ്റെ അർത്ഥം? ആരെങ്കിലും ഈ ദിക്റുകൾ ചൊല്ലിക്കഴിഞ്ഞാൽ അവന് വേണ്ടിയിട്ട് അതിന് പകരമായിട്ട് സ്വർഗത്തിൽ എന്ത് പിടിപ്പിക്കും എന്നാണ്? ചെടികൾ നട്ടുപിടിപ്പിക്കും എന്നുള്ള അർത്ഥത്തിലാണ് ഇത് കാണും. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക? ആ സ്വർഗത്തിനായിട്ട്, ആ സ്വർഗം ലഭിക്കുന്നതായിട്ട്, പാപമോചനം മാത്രം പോരാ, പിന്നെ എന്തും വേണം? സ്വർഗം ലഭിക്കുന്നതിനായിട്ട് മത്സരിച്ചു കൊണ്ട് മുമ്പോട്ട് വരിക എന്നാണ്. അർദുഹ ക അർദി സമാഇ വൽ അർദ്. നിങ്ങൾ ആലോചിച്ചൊക്കെ, ആകാശം, ഭൂമി, ആകാശം എത്ര ആകാശമുണ്ട്? 7 ആകാശമുണ്ട്. ഒരു ആകാശം തൊട്ട് അടുത്ത ആകാശം വരെ എത്ര ദൂരം? 1000 വർഷങ്ങൾ അല്ലെങ്കിൽ 500 വർഷങ്ങൾ സഞ്ചരിക്കാണ്ട് ഒരു ആകാശം തൊട്ട് അടുത്ത ആകാശം, അങ്ങനെ 7 ആകാശം. കണക്കൂട്ടി എത്രയായി? അപ്പോൾ ആ ആകാശവും ഭൂമിയും ചില മുഫസ്സിറുകൾ കൊടുത്തെന്താ അറിയും? വീതി, അർളുൻ എന്ന വാക്കിന് വീതി എന്ന അർത്ഥമുണ്ട്. അപ്പോൾ വീതിയാണ് അത്ര. വീതി എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങളാണ് കൂടുതൽ, വീതിയാണ് കൂടുതൽ? നിങ്ങളാണ് കൂടുതൽ. അപ്പോൾ വീതി തന്നെ ഇത്ര ഉണ്ടെങ്കിൽ പിന്നെ നീളതായിരിക്കും എന്നുള്ള അർത്ഥത്തിലും ചില മുഫസ്സിറുകൾ കൊടുത്തിട്ടുണ്ട്. എന്ത് തന്നാലും മനസ്സിലാക്കേണ്ടത് ഒരാൾക്ക് കിട്ടുന്ന സ്വർഗ്ഗമാണത്. സഹാബികളിൽ ചില ആൾക്കാർക്ക് ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ സ്വർഗം ഒരാൾക്കുള്ളത് ഇത്ര വലുതാണെങ്കിൽ കൊടുത്താൽ പിന്നെ നരകത്തിന് എവിടെയാണ് സ്ഥലം എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവരെ ഒരു ഇത് നോക്കണം. ഇപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നരകം ഒന്നുമല്ല അതിൻ്റെ ഇടയിൽ, ഇത് സ്വർഗത്തിൻ്റെ ഇടയിൽ. സ്വർഗം അത്ര വലുതാണ്, നരകം അത്ര വലുതല്ല എന്നുള്ള അർത്ഥത്തിലാണ്. അല്ലാഹു അലം. ആ നരകത്തെക്കുറിച്ചാണ് എന്ത് പറയുന്നത്? എത്ര മലക്കുകളാണ്, എത്ര ചങ്ങലകളിലാണ് ബന്ധിച്ചുകൊണ്ട് വരുന്നത്? 70,000 മലക്കുകൾ. ഓരോ മലക്കുകളെ കയ്യിലും എത്ര ചങ്ങലയാണ്? 70,000 ചങ്ങല. അതുപയോഗിച്ചിട്ടാണ് നരകം വലിച്ചുകൊണ്ട് വരുന്നത്. അപ്പോൾ സ്വർഗത്തിൻ്റെ വലിപ്പത്തിൻ്റെ ഇടയ്ക്ക് ഇത്രയും വലിയ നരകം പോലും ഒന്നല്ല എന്നുള്ള അർത്ഥത്തിലാണ് അത്തരമൊരു സ്വർഗം നൽകി അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാണ്. അപ്പോൾ അതാണ് ക അർദി സമാഉ വൽ അർദ് ഉഇദ്ദത്, തയ്യാറാക്കപ്പെട്ടു. ആർക്കാണ് തയ്യാറാക്കിയത്? ലില്ലദീന ആമനു ബില്ലാഹി വറസുലിഹി. ഈ ആയത്തിന്, ഈ ഭാഗത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്താ അറിയുക? 19-ാമത്തെ ആയത്ത് നോക്കുക. 19 അല്ല, 7-ാമത്തെ ആയത്ത്. 7-ാമത്തെ ആയത്ത് എന്താണെന്ന് അറിയുക? ഈ സൂറത്തിൻ്റെ തുടക്കത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുകയാണ്. 7-ാമത്തെ ആയത്തിലാണ് കൽപ്പന തുടങ്ങുന്നത്. ആമിനു ബില്ലാഹി വ റസൂലിഹി വ അൻഫിഖു അല്ലേ മിമ്മാ ജഅലക്കും മുസ്തഖ്ലഫീന ഫിൽ അർദ് അല്ലേ ഫീഹി. അപ്പോൾ അവിടെ വിശ്വസിക്കുകയും അള്ളാഹുവിലും അവൻ്റെ റസൂലിലും വിശ്വസിക്കുക എന്ന് പറയും. അപ്പോൾ ആ അള്ളാഹുവിലും റസൂലിലും വിശ്വസിച്ച ആളുകൾക്കുള്ള പ്രതിഫലമാണ് ഇവിടെ പറയുന്നത്. 7-ാമത്തെ ആയത്തിൽ അങ്ങനെ ചെയ്താൽ എന്ത് ലഭിക്കും എന്നതാണ് ഈ ആയത്തിൽ പറയുന്നത്. അതേപോലെ തന്നെയാണ് 19-ാമത്തെ ആയത്തിൽ. 19-ാമത്തെ ആയത്തിൽ എനിക്ക് തോന്നുന്നു വല്ലദീന ആമനു വൽ റുസുലി. അവിടെ എന്ത് പറഞ്ഞിട്ടുണ്ട്? അള്ളാഹുവിലും അവൻ്റെ ദൂതരിലും വിശ്വസിച്ചവരെന്താണ്? ഉലായിക ഹുമു സിദ്ദീഖൂൻ, അവരാണ് സിദ്ദീഖ്യങ്ങൾ, ശുഹദാക്കൾ. അപ്പോൾ അവിടെ ആ സിദ്ദീഖ്യങ്ങൾക്കും ശുഹദാക്കൾക്കും പിന്നെ എന്ത് പറഞ്ഞു? വിശദമായിട്ട് പറയണം. അവർക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ടതാണ് ആകാശത്തെയും ഭൂമിയെയും പോലെ, അല്ല ആകാശത്തിൻ്റെയും ഭൂമിയുടെയും വിസ്താരമുള്ള സ്വർഗം അവർക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ടതാണ് എന്നുള്ള അർത്ഥത്തിലാണ്. ഈ ആയത്തിൽ റുസുലിഹി എന്നാണ് കൊടുത്തത്. എന്താണ്? റുസുല് ബഹുവചനാണ്. അപ്പോൾ റുസുലിഹി എന്ന് പറഞ്ഞാൽ എല്ലാ ദൂതന്മാരിലും വിശ്വസിക്കണം. ഇതിൻ്റെ തഫ്സീറിൽ ഇബ്നു ഉസൈമിന് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് നൂഹ് നബിയാണ് ആദ്യത്തെ റസൂൽ. നൂഹ് നബി തൊട്ട് മുഹമ്മദ് നബി വരെയുള്ള എല്ലാ ദൂതന്മാരിലും വിശ്വസിച്ചാൽ മാത്രമേ അവർക്കെന്ത് കിട്ടുള്ളൂ? സ്വർഗം കിട്ടുള്ളൂ.
അപ്പോൾ ഇതിൽ നിന്ന് ആര് പുറത്തായി? ക്രിസ്ത്യാനികൾ അതിൽ നിന്നും പോയി. അവർ ആരിലും വിശ്വസിച്ചില്ല? മുഹമ്മദ് നബിയിൽ വിശ്വസിച്ചില്ല. ജൂതന്മാരും ആരിലും വിശ്വസിച്ചിട്ടില്ല? മുഹമ്മദ് നബിയിലും ഈസാ നബിയിലും വിശ്വസിച്ചിട്ടില്ല. അപ്പോൾ അതാണ് പറഞ്ഞത്, ജൂതന്മാരും ക്രിസ്ത്യാനികളും സ്വർഗാവകാശികളല്ലതിന് അല്ല എന്നതിന് ഇതാണ് തെളിവ്. ഒന്ന്, പക്ഷെ അവരെന്ത് ചെയ്യുന്നുണ്ട്? ദൂതന്മാരിൽ വിശ്വസിച്ചിട്ടുണ്ട്, ഇല്ലേ? കുറേ ദൂതന്മാരിൽ വിശ്വസിച്ചിട്ടുണ്ട്. പക്ഷെ മനസ്സിലാക്കേണ്ടത്, ഏതെങ്കിലും ഒരു ദൂതനെ നിഷേധിച്ചാൽ എന്തായി? എല്ലാ ദൂതന്മാരെയും നിഷേധിച്ചതിന് തുല്യമാണ്. അതെന്താ കാരണം എന്നറിയാം? സൂറത്ത് ഷുറായിൽ 105-ാമത്തെ ആയത്തിൽ കാണാം, കസ്സബത്ത് ഖൗമു നൂഹിൻ അൽ മുർസലീൻ എന്നാണ് ഉപയോഗിച്ചത്. നൂഹ് നബിൻ്റെ ജനത മുർസലീങ്ങളെ എന്ന് പറഞ്ഞാൽ ദൂതന്മാരെ നിഷേധിച്ചു എന്നാണ്. നൂഹ് നബിൻ്റെ മുമ്പ് ദൂതന്മാരുണ്ടായിട്ടുണ്ടോ? റസൂൽ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. നൂഹ് നബിനെ മാത്രമേ അവർ നിഷേധിച്ചിട്ടുള്ളൂ. പിന്നെ എന്തുകൊണ്ട് മുർസലീൻ എന്ന് പറഞ്ഞു? ഏതെങ്കിലും ഒരു ദൂതനെ നിഷേധിച്ചാൽ തന്നെ എന്തായി? മൊത്തം ദൂതന്മാരെ നിഷേധിച്ചതിന് തുല്യമാണ് എന്ന നിലക്കാണ്. അപ്പോൾ അതാണ് ഒന്ന് പറഞ്ഞത്. പിന്നെ അവർ കാര്യമായിട്ട് നിഷേധിച്ച ആരാണ്? നസാറാക്കളും യഹൂദരും മുഹമ്മദ് നബിയാണ്. ആ മുഹമ്മദ് നബി ഒരുപാട് പ്രത്യേകതയുള്ള മുഹമ്മദ് നബിയാണ്. കാരണം എന്താണ്? മുഹമ്മദ് നബിയുടെ വരവോടുകൂടി എന്ത് സംഭവിച്ചു? അതിൻ്റെ മുമ്പുള്ള ശരീഅത്തുകൾ മൊത്തം എന്തായി? ദുർബലപ്പെട്ടു എന്ന് മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു തആല ഒരു കരാർ എടുത്തിട്ടുണ്ട് മറ്റു പ്രവാചകന്മാരിൽ നിന്ന്. എന്താണ് കരാർ? സൂറത്ത് ആലു ഇമ്രാനിൽ 81-ാമത്തെ ആയത്തിലാണ് ആ കരാറിനെ പറ്റി പറയുന്നുണ്ട്. മീസാഖുൻ നബിയീൻ എന്ന് അറിയപ്പെടുന്ന ആയത്ത് തന്നെയാണത്. വൈദ് അഖദല്ലാഹു മീസാഖൻ നബിയീന, അള്ളാഹു പ്രവാചകന്മാരോട് കരാർ വാങ്ങിയ സന്ദർഭം എന്താണ്? ലമാ ആതൈതുകും മിൻ കിതാബിൻ വ ഹിക്മത്തിൻ, നിങ്ങൾക്ക് എന്ത് നൽകി? വേദഗ്രന്ഥവും വിജ്ഞാനവും ഞാൻ നൽകിയിട്ടുണ്ട്. ആർക്ക്? എല്ലാ പ്രവാചകന്മാർക്കും കേട്ടോ. സുമ്മ ജാഅക്കും റസൂലും മുസദ്ദിഖുൻ ലിമാ മഅക്കും ലാ തുഅ്മിനുന്ന ബിഹി വലാ തൻസുറുന്നഹു. എന്താണ്? അപ്പോൾ നിങ്ങളുടെ പക്കലുള്ളതിനെ ശരിവെച്ചുകൊണ്ട് ഒരു ദൂതൻ നിങ്ങളുടെ അടുത്ത് വരികയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ അദ്ദേഹത്തിൽ വിശ്വസിക്കുകയും അദ്ദേഹത്തെ സഹായിക്കുകയും ചെയ്യേണ്ടതാണ് എന്നാണ് എന്തെടുത്തത്? കരാറെടുത്തത്. അപ്പോൾ എന്തായി? അവർക്ക് ഹിക്മത്തും നൽകിയിട്ടുണ്ട്, പിന്നെന്താണ്? വേദഗ്രന്ഥവും നൽകിയിട്ടുണ്ട്. പക്ഷെ അതിനെല്ലാം സത്യപ്പെടുത്തിക്കൊണ്ട് ഒരു പ്രവാചകൻ വന്നു കഴിഞ്ഞാൽ ആ പ്രവാചകനെ എന്ത് ചെയ്യണം? നിങ്ങൾ സ്വീകരിക്കണമെന്നാണ്. അപ്പോൾ ആ പ്രവാചകൻ്റെ മഹത്വം ആര് മനസ്സിലാക്കിയിട്ടുണ്ട്? ഇബ്രാഹിം നബി മനസ്സിലാക്കിയിട്ടുണ്ട്. ആ ഉമ്മത്തിനും പ്രത്യേകത ഉണ്ട്. കാരണം എന്താ? മുഹമ്മദ് നബിൻ്റെ ഉമ്മത്ത് എന്ന് പറയുന്ന എല്ലാ പ്രവാചകന്മാരെയും അംഗീകരിക്കുന്നവരാണ്, എല്ലാ ദൂതന്മാരെയും അംഗീകരിക്കുന്നവരാണ്. അതാണ് ആ ഉമ്മത്തിന് സലാം പറയാൻ ആരേൽപ്പിച്ചത്? ഇബ്രാഹിം നബി ഏൽപ്പിക്കാൻ കാരണം. അവർ പറഞ്ഞു, അല്ല, അഖറർത്തും അഖദത്തും അലാ ദാലിക്കും ഇസ്രി. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരോട് ചോദിച്ചു, നിങ്ങളത് സമ്മതിക്കുകയും അക്കാര്യത്തിൽ എന്നോടുള്ള ബാധ്യത ഏറ്റെടുക്കുകയും ചെയ്തു? അപ്പോൾ അവരെന്ത് പറഞ്ഞു? ഖാലു അഖറർന. അവരെന്ത് പറഞ്ഞു? അത് ഞങ്ങൾ സമ്മതിച്ചു. എന്താണ് സമ്മതിച്ചത്? ഒരു പ്രവാചകൻ ഇതിനെ സത്യപ്പെടുത്തിക്കൊണ്ട് വന്നാൽ എന്ത് ചെയ്യാം? നമ്മളത് അംഗീകരിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മഹത്വമാണ് അത് അറിയിക്കുന്നത്. ഒന്ന്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഉമ്മത്ത് എന്ത് ചെയ്തു? വിശ്വസിച്ച ഉമ്മത്ത് എന്ത് ചെയ്തു? മുഴുവൻ പ്രവാചകന്മാരെയും അംഗീകരിച്ചിട്ടുണ്ട്. ഒരു പ്രവാചകനെയും ചീത്ത പറയാൻ പറ്റില്ല, ഒരു പ്രവാചകനെയും മാറ്റിവെക്കാൻ പറ്റില്ല. ആമന റസൂലു ബിമാ ഉൻസില ഇലൈഹി റബ്ബിഹി വൽ മുഅ്മിനൂൻ കുല്ലുൻ ആമന ബില്ലാഹി. അതേപോലെ തന്നെ ഈസാ നബി എന്താ ചെയ്തിട്ടുണ്ട്? മുഹമ്മദ് നബിൻ്റെ വരവിനെ കുറിച്ച് അറിയിച്ചിട്ടുണ്ട്. ഇവിടെ സൂറത്തു സഫിലുണ്ട്. എന്താണ് ആയത്തെന്ന് പറഞ്ഞാൽ? ഇത് കാല ഈസബിനു മറിയം പറഞ്ഞ സന്ദർഭം, യാ ബനി ഇസ്രായേൽ. ഈസാ നബി എന്തിനു വേണ്ടിയിട്ടാണ് വന്നത്? ഇസ്രായേലിയരെ എന്ന് വിളിച്ചുകൊണ്ട് പറയാണ്, ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും, ഞാൻ നിങ്ങൾക്കുള്ള ഒരു ദൂതനാണ്, അള്ളാഹുവിൻ്റെ ദൂതനാണ്. മുസദ്ദിഖൻ ലിമാ ബൈന യദയ്യ മിന തൗറാത്ത്, നിങ്ങളുടെ കൈവശമുള്ള എന്താണ്? അതെ, എന്തിന്? തൗറാത്തിനെ സത്യപ്പെടുത്തിക്കൊണ്ട് വന്നതാണ്. പിന്നെയോ? അപ്പോൾ മുമ്പ് കഴിഞ്ഞു പോയ തൗറാത്തിനെ സത്യപ്പെടുത്തി. ഇനിയോ?
വമുബശ്ശിറൻ ബിറസൂലിൻ യഅതി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ്. എനിക്ക് ശേഷം വരാനുള്ള ഒരു പ്രവാചകനെ കുറിച്ചുള്ള സന്തോഷ വാർത്ത അറിയിക്കാൻ. അപ്പോൾ മുമ്പ് കഴിഞ്ഞതിന് സത്യപ്പെടുത്തി ഇനി വരാനുണ്ട് എന്ന് അള്ളാഹു അറിയിച്ചു കൊടുത്തതനുസരിച്ചിട്ട് അതിൻ്റെ സന്തോഷ വാർത്ത അറിയിക്കാൻ കൂടിയാണ്. ഇസ്മുഹു അഹ്മദ്. ആരെ പറ്റിയാണത്? മുഹമ്മദ് നബിയെക്കുറിച്ച് സന്തോഷ വാർത്ത ആരെ അറിയിച്ചിട്ടുണ്ട്? അത് ബൈബിളിലും കാണാം അല്ലേ, പഴയ നിയമത്തിലും പുതിയ നിയമത്തിലെല്ലാം കാണാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ സ്വർഗത്തിൽ പോകാത്തതുകൊണ്ട് എന്ത്, അവരെ ദീനെ നമുക്ക് സ്വീകരിക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ. അബ്തഗി ഗൈറൽ ഇസ്ലാം ദീനം ഫലാ യുഖ്ബല മിൻഹു. നമ്മൾ ഒരുപാട് കേട്ടതാണ്. അപ്പോൾ അതാണ് അർളി സമാഇ വൽ അർള് ഉഇദ്ദത്ത് ലില്ലദീന ആമനു ബില്ലാഹി വ റസൂലിഹി. അല്ല, എന്താണത്? വ റുസുലിഹി. ജമ്മായിട്ടാണ്. അത്രയാണ് ഉസൈമീൻ പറഞ്ഞ് നിർത്തിയ അവിടെ, ഷെയ്ഖ് ഉസൈമീൻ റഹിമഹുല്ലാ. ദാലിക ഫളുല്ലാഹി യുഅ്തീഹി മൻ യശാ. അവിടെ എന്താ അതിന് അർത്ഥം പറയാം? നമ്മൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹം അത്ര. ആ ഫളിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ദാലിക എന്ന് പറയുന്നത് എന്തിനെ പറ്റിയാണ്? ദാലിക ഫളുല്ലാഹി, അത് അള്ളാഹുവിൻ്റെ ഫളിലാണ്. ഏതാണ് അള്ളാഹുവിൻ്റെ ഫള്? മഗ്ഫിറത്തും ജന്നത്തും, പാപമോചനവും സ്വർഗവും. ആ പാപമോചനത്തിലേക്കും സ്വർഗത്തിലേക്കാണ് ധൃതിപ്പെടുത്തിട്ട് വരാൻ പറഞ്ഞത്. അത് രണ്ടും അള്ളാഹുവിൻ്റെ ഫളിലാണത് അല്ലേ. അള്ളാഹു എക്സ്ട്രാ ആയിട്ട് നൽകുന്നതാണ്. നിങ്ങൾ ചെയ്തതിന് പ്രതിഫലമായിട്ടില്ല, അതിനേക്കാളും കൂടുതലാണ്. അത് ആർക്കാണ് നൽകുക? യുഅ്തീഹി മൻ യശാ. ഞാനൊരു 10 റിയാൽ ഇവൻ്റെ കയ്യിൽ കൊടുത്തു, നീ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്കെല്ലാം നീ കൊടുത്തു എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക? ഓന് ഇഷ്ടമുള്ള ആൾക്കാർക്കാണ്. ഓന് ഇന്നലെ എനിക്ക് മിഠായി തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ എനിക്കത് തന്നിട്ട് അത് ഞാൻ ഓന് കൊടുക്കും. ഇനി അല്ലെങ്കിൽ എന്താണ്, ഓൻ എന്നെ പറ്റി നല്ലത് പറഞ്ഞിട്ടുണ്ട്, ഓനെ ചീത്ത പറയില്ല, അതനുസരിച്ചിട്ടാണ് കൊടുക്കുക. നീതി ന്യായമൊന്നും എന്ത് ചെയ്യില്ല, അതിൽ പെടില്ല. അപ്പോൾ യുഅ്തീഹി മൻ യശാ എന്ന് പറഞ്ഞാൽ പടച്ചോൻ തോന്നിയ പോലെ കൊടുക്കുകയാണെന്ന് വിചാരിക്കരുത്. ആ മശീഅത്തിന്, പടച്ചോൻ്റെ മശീഅത്തുണ്ടല്ലോ, പടച്ചോൻ ഉദ്ദേശിക്കുന്നവർക്ക് കൊടുക്കുമെന്ന് പറയുന്നത്, അതിൻ്റെ പിന്നിലും എന്തുണ്ടാവും? ഒരു ഹിക്മത്തോടു കൂടി മാത്രമേ അള്ളാഹു ചെയ്യുകയുള്ളൂ. സൂറത്തു ഹൂദിൽ കാണാം 3-ാമത്തെ ആയത്തിൽ വയുഅ്തി കുല്ലദീ ഫളലിൻ ഫളലഹു. അള്ളാഹു ഫളല് ആർക്കാണ് കൊടുക്കുന്നത്? ഉദാരത മനസ്ഥിതിയുള്ള, അതായത് ഫളലുള്ള എല്ലാവർക്കും തങ്ങളുടെ ഫളലിന് അനുസരിച്ചിട്ട് അവൻ പ്രതിഫലം നൽകുന്നു. അപ്പോൾ അത്തരം ആളുകൾക്ക് അള്ളാഹുവിന് അറിയാം ആർക്ക് കൊടുക്കണം എന്നുള്ളത്. അങ്ങനെയുള്ളവർക്ക് മാത്രമേ കൊടുക്കുള്ളൂ. എന്ത് ചെയ്തിട്ടുണ്ട്? മുമ്പുള്ളൊരു സമൂഹം അവിശ്വസിച്ചപ്പം അള്ളാഹു പറയാണ്, സൂറത്ത് അന്നാമിൽ 124-ാമത്തെ ആയത്തിൽ കാണാം, ഇദാ ജാഅത്തുഹും ആയത്ത്, അവർക്ക് വല്ല ദൃഷ്ടാന്തവും വന്നാൽ കാലു, അവരെന്താണ് പറയാന്നറിയോ? ലൻ നുഅ്മിന ഹത്താ നുഅ്ത മിസ്ല മാ ഊതിയ റസുലുള്ളാഹ്. ദൂതന്മാർക്ക്, അള്ളാഹുവിൻ്റെ ദൂതന്മാർക്ക് എന്ത് നൽകിയോ അത് ഞങ്ങൾക്ക് ലഭിക്കുന്നത് വരെ ഞങ്ങൾ വിശ്വസിക്കില്ല. എന്താ അതിൻ്റെ അർത്ഥം? ദൂതന്മാർക്ക് റിസാലത്ത് നൽകിയിട്ടുണ്ട്, പ്രവാചകത്വം നൽകിയിട്ടുണ്ട്. അപ്പോൾ അത് നൽകിയാൽ മാത്രമേ നമ്മൾ വിശ്വസിക്കൂ എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു തിരിച്ചു പറഞ്ഞത് എന്താണെന്നറിയാം? അള്ളാഹു അലമു ഹൈസു യജ്അല റിസാലത്ത്, ഹൈസു യജ്അലു റിസാലത്തോ. നമ്മൾ നോക്കിയേ, അതാണ് ശരിക്കും എന്ത് നീതി എന്ന് പറയുന്നത്. അതാണ് അള്ളാഹുവിന് നല്ലവണ്ണം അറിയാം തൻ്റെ റിസാലത്ത് എവിടെയാണ് ഏൽപ്പിക്കേണ്ടതെന്ന്. അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? യോജിച്ച, അതിന് അനുയോജ്യമായ ആളുകൾക്ക് മാത്രമേ അള്ളാഹു എന്ത് ചെയ്യുള്ളൂ? ആ റിസാലത്ത് കൊടുക്കുകയുള്ളൂ എന്ന്. അപ്പോൾ തോന്നിയവർക്ക് എന്ന അർത്ഥത്തിലല്ല അത്. അപ്പോൾ യുഅ്തീഹി മൻ യശാഉ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടതാണ്, അള്ളാഹു ഹിക്മത്ത് അനുസരിച്ച് കൊണ്ടാണ് കൊടുക്കുന്നത്. അല്ലാതെ അവരവർക്ക് മനുഷ്യന്മാരെ ആയിട്ട് ഒരിക്കലും എന്ത് ചെയ്യരുത്? താരതമ്യപ്പെടുത്തരുത് എന്നർത്ഥം. നമ്മൾ ഒരുപാട് കണ്ട ഒരു ഹദീസാണ് ഈ ഹദീസ്. അതായത് ഫളലിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. കുറച്ച് ആളുകൾ വന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഇന്ന ഫുഖറാ അൽ മുഹാജിരിൻ, മുഹാജിരിങ്ങളിൽപ്പെട്ട പാവപ്പെട്ടവർ, അത് ദഹബ അഹ്ലു ദുസൂരി ബിദ്ദർജാത്തിൽ ഉലാ വന്നഈമി, അതായത് സമ്പത്തുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നു? നമ്മൾ നമസ്കരിക്കുന്നത് പോലെ അവരെ നമസ്കരിക്കുന്നു, നമ്മൾ നോമ്പെടുക്കുന്ന പോലെ അവർ നോമ്പെടുക്കുന്നു. പക്ഷെ എന്താ പ്രശ്നം? വയതസദ്ദഖൂന വലാ നതസദ്ദഖു, അവർ സദക്ക കൊടുക്കുന്നുണ്ട്,
പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? സദക്ക കൊടുക്കുന്നില്ല. എന്തുകൊണ്ടാണ് കൊടുക്കാത്തത്? പൈസ ഇല്ലാഞ്ഞിട്ടാണ്. ഒത്തിക്കൂന വലാനു ഒത്തിക്കും, അവർ അടിമകളെ മോചിപ്പിക്കുന്നുണ്ട്, നമ്മൾ മോചിപ്പിക്കുന്നില്ല. എന്താ കാരണം? നമുക്ക് അടിമ തന്നെ ഇല്ല, സമ്പത്തില്ലാത്തതുകൊണ്ട്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പറഞ്ഞു കൊടുത്തെന്താ പറയുക? അഫലാ ഉഅല്ലിമുക്കും ഷൈഅൻ തുദ്രികൂന ബിഹി മൻ സബഖക്കും വതസ്ബിഖൂന ബിഹി. അവരുമായിട്ട് മത്സരിക്കാൻ, ഈ സാബിഖു എന്ന് പറഞ്ഞിട്ട് മനസ്സിലാക്കണം, നിങ്ങൾക്കൊരു കാര്യം ഞാൻ പഠിപ്പിച്ച് തരട്ടെ എന്ന് വെച്ചു. വലാ യകൂനു അഹദൻ അഫ്ളലു മിൻകും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നിങ്ങളെക്കാളും അഫ്ളലായിട്ടുള്ള, നിങ്ങളെക്കാളും എന്താണ് ഔദാര്യമുള്ള, അനുഗ്രഹം ലഭിച്ച ഒരാളും തന്നെ ഉണ്ടാവുകയില്ല. എന്താണത്? ഇല്ലാ മൻ സ്വന മിസ്ലമാ സ്വനത്ത്, നിങ്ങൾ ചെയ്യുന്ന പോലെ ചെയ്താലല്ലാതെ മറ്റാർക്കും അതിനേക്കാളും വലിയ ഫضല് വരാനില്ല. അവർ അതേ എന്നറിയിച്ചപ്പം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്താണ്, തുസബ്ബിഹൂന വ തുകബ്ബിറൂന വ തുഹ്മദൂന ദുബറ കുല്ല സലാത്തിൻ സലാസം വ സലാസീന മറത്തൻ. നിങ്ങൾ നമസ്കാരത്തിന് ശേഷം 33 പ്രാവശ്യം തസ്ബീഹ്, 33 പ്രാവശ്യം തഹ്ലീല്, 33 പ്രാവശ്യം തക്ബീർ ചൊല്ലുക. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ വീണ്ടും തിരിച്ചു വന്നു. എന്താണ് അവർ പറഞ്ഞത്? അവരും അത് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ വീണ്ടും എന്തായി? അവർക്ക് ഈ ഫضലും കിട്ടി, സദക്ക ചെയ്തതിൻ്റെ ഈ ഫضല് കിട്ടി. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ ആലോചിച്ച് നോക്കണം, സഹാബികൾ എന്തിനാണ് ആഗ്രഹിച്ചത്? പണം ഉണ്ടായിട്ട് പിശുക്കി വെക്കാനല്ല. എനിക്ക് പണം ഉണ്ടായിരുന്നെങ്കിൽ, പണം ഇല്ലാത്ത ഒരു ഉദ്ദേശം എന്താണ്? എനിക്കും പണം ഉണ്ടായിരുന്നെങ്കിൽ എനിക്കും സദക്ക കൊടുക്കാമായിരുന്നു എന്നാണ്. അവരാ മാനസികാവസ്ഥ നോക്കണം. നമ്മൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ചോദിച്ചു വരരുതേ എന്ന് ആഗ്രഹിച്ച് നിൽക്കുന്നതാണ്. അങ്ങനല്ല അവർ. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുക്കൽ അവരിത് വന്നിട്ട് പറഞ്ഞപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മറുപടി കൊടുത്തിട്ടുണ്ട്. എന്താണത്? ദാലിക, ഈ ആയത്തിൻ്റെ ഈ ഭാഗമാണ് കൊടുത്തത്. എന്താണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ദാലിക ഫളലുല്ലാഹി യുഅ്തീഹി മൻ യശാ. അത് അള്ളാഹുവിൻ്റെ ഒരു ഔദാര്യമാണ്, അത് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് കൊടുക്കുന്നു. എന്താ അതിൻ്റെ അർത്ഥം? ആ സമ്പന്നർക്ക് അള്ളാഹു സമ്പത്ത് നൽകിയത് എന്താണത്? അത് അള്ളാഹുവിൻ്റെ ഒരു ഫളലാണ്. അള്ളാഹു ഉദ്ദേശിച്ചത്, അള്ളാഹുവിൻ്റെ ഹിക്മത്ത് അനുസരിച്ച് അതിന് അനുയോജ്യമായ ആളുകൾക്ക് അള്ളാഹു നൽകി എന്നുള്ളതാണ്. അപ്പോൾ അതാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു? സദക്ക ചെയ്യുന്നു എന്നാണ്. എൻ്റെ അവസാന ഭാഗം എന്താണ്? വല്ലാഹു ദുൽ ഫളലിൽ അളീം. അള്ളാഹു എന്താണ്? അനുഗ്രഹമുള്ളവനാണ്. അപ്പോൾ ആ അനുഗ്രഹമുള്ളത് കൊണ്ട് എന്ത് ചെയ്യുന്നു? ആ അള്ളാഹുവിനോട് ആ ഫളലിന് വേണ്ടിയിട്ടും എന്ത് ചെയ്യണം? ചോദിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ അനുഗ്രഹം എന്താണ്? നിങ്ങൾക്ക് അള്ളാഹു ചെയ്ത അനുഗ്രഹത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹം എന്താണെന്ന് വെച്ചാൽ എന്താ പറയുക? മുസ്ലിമാക്കി, ഹിദായത്ത് ലഭിച്ചു എന്നുള്ളത്. അപ്പോൾ ഹിദായത്ത് ലഭിച്ചു എന്നത് അള്ളാഹു ഇങ്ങോട്ട് കാണിക്കുന്നൊരു ദാക്ഷിണ്യാണ്, എന്തല്ല തിരിച്ചങ്ങോട്ടല്ല. അതാണ് സൂറത്ത് ഹുജറാത്തിൻ്റെ അവസാനത്തിൽ പറഞ്ഞു, യമുന്നൂന അലൈക്കാൻ അസ്ലം, അവർ ഇസ്ലാം മതം സ്വീകരിച്ചു എന്നത് അവർ നിന്നോട് കാണിക്കുന്ന ദാക്ഷിണ്യമായി അവർ എടുത്തു പറയുന്നു. കുൽ ലാ തമുന്നു അലയ്യ ഇസ്ലാമക്കും, നിങ്ങൾ ഇസ്ലാം സ്വീകരിച്ചതിന് എന്നോട് കാണിച്ച ദാക്ഷിണ്യമായി എടുത്തു പറയുന്നത്. എന്നിട്ട് പറഞ്ഞതാണ്, ബലില്ലാഹു യമുന്നു അലൈക്കും മൻ ഹദാക്കും ലിൽ ഈമാനി ഇൻ കുൻതും സാദിഖീൻ. എന്താണ് അവിടെ പറഞ്ഞത്? സത്യവിശ്വാസത്തിലേക്ക് നിങ്ങൾക്ക് ഹിദായത്ത് നൽകി എന്നത് അള്ളാഹു നിങ്ങളോട് കാണിച്ച എന്താകുന്നു? ദാക്ഷിണ്യമാകുന്നു എന്നുള്ളതാണ്. ഇതേ ആയത്ത് സൂറത്ത് ആലു ഇമ്രാനിൽ കാണാം. സാരി ഓ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും. അത് അമാന വലു പറഞ്ഞതും കൂടി നോക്കിയിട്ട് നമുക്ക് നിർത്താം. അമാന വലു പറയാണ്, സ്വർഗം എന്ന് പറയുന്നത് കേവലം ഒരു വമ്പിച്ച കെട്ടിടമോ വലിയ തോട്ടമോ അല്ല. നമ്മുടെ മനസ്സിലേക്ക് അങ്ങനെ വരരുത്. ഒരു വലിയ തോട്ടമാണ്. എത്ര ഉണ്ടെന്നാണ്? അത് ആകാശഭൂമികളോളം വിസ്തൃതിയുള്ള അതിവിശാലമായ ഒരു മഹാലോകമാകുന്നു. പ്രസ്തുത സ്വർഗീയ ജീവിതം ലഭിക്കുവാനും അതിൽ പ്രവേശനം ലഭിക്കേണ്ടതിന് അള്ളാഹുവിങ്കൽ നിന്നുള്ള പാപമോചനം വഴി അർഹത നേടുവാനും ഓരോരുത്തരും ഞാൻ മുമ്പിലാവണമെന്ന ആവേശത്തോടെ മുമ്പോട്ട് വരണം. അതാണ് സാബക്ക എന്ന് പറഞ്ഞാൽ, അതാണ് മത്സരം എന്ന് പറഞ്ഞാൽ. എന്തായിരിക്കണം? മറ്റവനേക്കാളും മുമ്പിൽ വരണം എന്നുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞിട്ടുണ്ട്? ഒന്നാമത്തെ സഫിൻ്റെ മഹത്വം നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു എന്നാണ്. നെറുക്കെടുക്കും, അല്ലെങ്കിൽ യുദ്ധം ചെയ്യുമായിരുന്നു. നമ്മൾ ആ ഔദാര്യം കാണിക്കൽ അവിടെയാണ്.
നമ്മളെന്താ പറയുക, മുമ്പിൽ ഒരു സ്ഥലമാണ്, നിങ്ങൾ പോയിട്ട് വന്നോ, വലിയ ഔദാര്യമാണ്. അപ്പോൾ അവിടെ ഔദാര്യമല്ല, അവിടെ മത്സരമാണ് വേണ്ടത്. കണ്ടാൽ ഞാൻ പോയിട്ട് ആദ്യം നിൽക്കണം. എന്തിന്? മറ്റവനേക്കാൾ ഞാൻ മുന്നോട്ട് നിൽക്കണം എന്നുള്ള. പ്രായമുള്ള ആൾക്കാരും മറ്റെല്ലാം അത് വേറെ വിഷയം. ഇത് നമ്മളെന്തോ വലിയ ഔദാര്യം ചെയ്ത പോലെയാണ് ഇങ്ങനെ പോയിട്ട് നിന്നോന്ന് പറയാം. അതല്ല, നമ്മളവിടെ പോയിട്ട് നിൽക്കണം. അതാണ് സാബക്ക എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, ഓരോരുത്തരും ഞാൻ മുമ്പിലാവണമെന്ന ആവേശത്തോടെ മുന്നോട്ട് വരണം എന്ന് അള്ളാഹു ഉപദേശിക്കുന്നു. അതാണ് സാബക്ക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. അഥവാ അതിനായി അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ചു കൊണ്ട് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ദുഷ്കർമ്മങ്ങൾ വെടിയുകയും ചെയ്യുന്നതിൽ അമാന്തം വരുത്താതെ സദാ ഉത്സുകരായിരിക്കണം എന്ന് താല്പര്യം. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റാണ്, സാബക്കൻ്റെ ഓപ്പോസിറ്റാണ് എന്ത്? തസ്വീഫ് എന്ന് പറയുന്നത്. എന്താണ് തസ്വീഫ്? അതെ, പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്നത് നീട്ടിവെക്കുക. സൂറത്ത് ആലു ഇമ്രാനിൽ സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നു, ഒത്തക്കുൻ നാറല്ലത്തി ഒയ്ദത്തിൽ കാഫിരിൻ, അവിശ്വാസികൾക്ക് വേണ്ടി ഒരുക്കി വെട്ടിട്ടുള്ള നരകത്തെ നിങ്ങൾ സൂക്ഷിക്കുക. വാത്തിയുള്ള വാത്തി റസൂല ലാലക്കും തുറഹന്ന്, നിങ്ങൾ അള്ളാഹുവിനെ റസൂലിനെ അനുസരിക്കുക, നിങ്ങൾക്ക് എന്ത് ചെയ്തേക്കും? കരുണ ചെയ്യപ്പെട്ടേക്കും. എന്നിട്ട് പറയുന്നതാണ് എന്ത്? വസാരി ഓ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, അവിടെ എന്താണ്? ധൃതിപ്പെട്ട് മുമ്പോട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെയും ധൃതിന്ന് അർത്ഥം കൊടുക്കാൻ കാരണം. ഏതിലേക്കാണ്? മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വ ജന്നത്തിൻ അർളുഹാ സമാവാത്തു വൽ അർളു ഉഇദ്ദത്ത് ലിൽ മുത്തഖീൻ എന്നാണ് പറഞ്ഞത്. അവിടെ ആർക്കാണ്? സൂക്ഷ്മത പാലിക്കുന്നവർക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ടത്. ഇവിടെ എന്താണ് പറഞ്ഞത്? ബില്ലാഹി വ റസൂലി, ആമിനു ബില്ലാഹി വ റസൂലി. എന്നിട്ട് ചില കാര്യങ്ങൾ പിന്നെ പറയുന്നുണ്ട്. അതിന് ശേഷം പറയാണ്, അള്ളാഹുവിലും റസൂലിലും വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയാണ് സ്വർഗം തയ്യാറാക്കപ്പെട്ടിരിക്കുന്നതെന്ന് ഈ ആയത്തിലും ഭയഭക്തന്മാർക്ക് വേണ്ടിയാണെന്ന്. അവിടെ ഒരു വിഷയം പറയുന്നുണ്ട്. നരകം തയ്യാറാക്കപ്പെട്ടിട്ടുള്ളത് അവിശ്വാസികൾക്ക് വേണ്ടിയാണെന്ന് ആലു ഇമ്രാനിലെ ആയത്തിലും അൽ-ബഖറ 24 പ്രസ്താവിച്ചിരിക്കുന്നു. അപ്പോൾ സത്യവിശ്വാസികളിൽ തന്നെ ശിക്ഷാർഹമായ പാപങ്ങൾ ചെയ്തവരുടെ സ്ഥിതി എന്തായിരിക്കുമെന്ന് ചോദിക്കപ്പെട്ടേക്കാം. എന്താണ് ഉണ്ടാവുക? ആ പാപങ്ങൾക്ക് ശിക്ഷ അവർ നരകത്തിൽ വെച്ച് അനുഭവിക്കേണ്ടി വരികയും അത് അവസാനിച്ച ശേഷം അവർക്ക് ശാശ്വതമായ സ്വർഗീയ ജീവിതം നൽകപ്പെടുകയും ചെയ്യുന്നതാണെന്ന് പല നബിവചനങ്ങളിൽ നിന്നും വ്യക്തമായി അറിയപ്പെട്ടതാകും. അപ്പോൾ ആലു ഇമ്രാനിലെ ആയത്തിൽ ഭയഭക്തന്മാർക്ക് വേണ്ടി എന്നും പറഞ്ഞത് അത് നമ്മൾ വിശദീകരിച്ചു. മറ്റൊരു സംഗതിയും ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. മറ്റൊരു സംഗതി ഈ വചനത്തിൽ മറ്റു പല വചനത്തിന് നിന്നുമായി മനസ്സിലാക്കുക. സത്യവിശ്വാസികൾക്ക് സ്വർഗം നൽകുന്നത്, ഇതാണ് ശ്രദ്ധിക്കേണ്ടത്, സത്യവിശ്വാസികൾക്ക് സ്വർഗം നൽകുന്നത് അള്ളാഹുവിൻ്റെ മേൽ നിർബന്ധമുള്ളതോ അവനോട് ചോദിച്ചു വാങ്ങാൻ അവകാശപ്പെട്ടതോ അല്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. ഞാൻ നമസ്കരിച്ചു നോമ്പെടുത്ത് കഴിഞ്ഞാൽ പടച്ചോൻ എന്തായാലും എനിക്ക് തരണം. ഏത്? നമ്മൾ കടയിൽ പോയിട്ട് 10 റിയാൽ എടുത്ത് അതിൻ്റെ സാധനം നിർബന്ധമായിട്ട് ഒന്ന് തരണം എന്ന് പറയുന്നത് പോലെ, അതുപോലെ അല്ല അത് അള്ളാഹുവിൻ്റെ ദയവാണ്. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് അവൻ കൊടുക്കുന്നു. അള്ളാഹു മഹത്തായ ദയവുകാരനാകുന്നു. ഈ അവസാനത്തെ വാക്കാണ് കൊടുത്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ഇത് ഒരുപാട് പ്രാവശ്യം നമ്മൾ കേട്ടിട്ടുണ്ട്, നിങ്ങളിൽ ഒരാളെയും എന്നെയും തന്നെ തൻ്റെ കർമ്മം സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയില്ല. അപ്പോൾ ആ കർമ്മത്തിനനുസരിച്ചിട്ടുള്ളതല്ല അള്ളാഹു തിരിച്ചു തരുന്നത്, സ്വർഗം തരുന്നത്. അവനെ നരകത്തിൽ നിന്ന് രക്ഷിക്കുകയുമില്ല അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ടല്ലാതെ. ഇതുപോലെ ബുഖാരിയുടെ ഹദീസിൽ കാണാം. ഇത് മുസ്ലിമിൻ്റെ ഹദീസാണ്. സൽക്കർമ്മങ്ങൾ ചെയ്തവർക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ശരിയാണ്, അതവൻ തികച്ചും നിറവേറ്റുകയും ചെയ്യും. അത് തൻ്റെ ബാധ്യതയാണെന്നും അള്ളാഹു പറഞ്ഞിരിക്കുന്നു, അതിൽ സംശയമേ ഇല്ല. എന്നാൽ മനുഷ്യൻ ചെയ്യുന്ന കർമ്മങ്ങൾ നമുക്കറിയാവുന്നതോ അല്ലാത്തതായ കാരണങ്ങളാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരു പക്ഷേ സ്വീകാര്യമായില്ലെന്ന് വരാം. അതുകൊണ്ടാണ് ഞങ്ങളുടെ രക്ഷിതാവെ ഞങ്ങളിൽ നിന്നും സ്വീകരിക്കണമേ എന്നതുപോലെയുള്ള പ്രാർത്ഥനകൾ നാം ചെയ്യുന്നതും ചെയ്യേണ്ടി വന്നതും. മാത്രമല്ല, ലോക സൃഷ്ടാവും പരിപാലകനുമായ അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുക എന്നത് നമ്മുടെ മേൽ നിർബന്ധമായ ബാധ്യതയാണല്ലോ. ഇനി ഒരാൾ എത്ര തന്നെ പരിശുദ്ധമായ ജീവിതം നയിച്ചാലും അത് കേവലം ഒരു പരിമിതമായ അളവിലും കാലത്തിലുമായിരിക്കാനേ നിവൃത്തിയുള്ളൂ. സ്വർഗീയാനുഗ്രഹങ്ങളാവട്ടെ, നമ്മൾ എത്ര നന്നായിട്ട് ജീവിച്ചാലും എത്ര കൊല്ലം ജീവിക്കും? 100 കൊല്ലം ജീവിച്ചൊന്ന് കിട്ടുക. അപ്പോൾ അതിന് കണക്കായിട്ടുള്ള പ്രതിഫലം നൽകുന്നത് എത്ര കൊല്ലം തരാൻ പാടുള്ളൂ? 100 കൊല്ലം. സ്വർഗം എത്ര കൊല്ലം? അൺലിമിറ്റഡാണ് അല്ലേ? അപ്പോൾ അങ്ങനെ തരികയാണെങ്കിൽ അത്രയും കൊടുക്കേണ്ടതുള്ളൂ. ഇനി ഒരാൾ എത്ര തന്നെ, അതാണ് നമ്മൾ പറഞ്ഞത്, സ്വർഗീയാനുഗ്രഹങ്ങളായിട്ട് ഐഹിക ജീവിതത്തെ അതുമായി താരതമ്യം ചെയ്യാൻ പോലും സാധ്യമല്ല. അത്രയും വമ്പിച്ചവും കാലാകാലം നിലനിൽക്കുന്നതാണ്. സ്വർഗത്തിൽ ഒരു ചമ്മട്ടിയുടെ സ്ഥലം ഇഹലോകത്തെയും അതിലുള്ളവയേക്കാൾ ഉത്തമമായതാണ്. അത് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു ഹദീസ്.
എന്നത്ര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി ചെയ്തിരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ സജ്ജനങ്ങൾക്ക് അള്ളാഹു സ്വർഗം നൽകുകയും അവരെ നരകത്തിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യും. എന്നാൽ അത് അവൻ്റെ വാഗ്ദാനം എന്ന നിലക്കും അവൻ്റെ ഔദാര്യവും ദയയും അനുഗ്രഹവും എന്ന നിലക്കാണ്. അവൻ്റെ മേലുള്ള നിർബന്ധ കടമ എന്ന നിലക്കല്ല. അവനോട് അവകാശം പറഞ്ഞോ നിർബന്ധപൂർവമോ അത് വാങ്ങുവാൻ ആർക്കും അർഹതയും അധികാരവും കഴിവുമില്ല. അത് പ്രത്യേകം മനസ്സിലാക്കിയിരിക്കണം. ഇത് അതിൻ്റെ അവസാനം പറഞ്ഞത് ദാലിക ഫദ്ലുല്ലാഹി യുഅ്തീഹി മയ്യശ. ബാക്കി നമുക്ക് അടുത്ത ആയത്ത് വേറൊരു വിഷയവുമായിട്ട് പ്രധാനപ്പെട്ട ആയത്താണ്. എന്താണെന്ന് പറയാൻ പറ്റുമത്? കലാഖദറുമായി ബന്ധപ്പെട്ട വിഷയമാണത്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ആഴ്ച നോക്കാം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.